friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വടയുടെ റെസിപ്പിയാണ്. ഒരു നല്ല എരിവുള്ള നല്ല മുരിഞ്ഞ് കറുമുറ ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഈ ഒരു വടയുടെ സ്പെഷ്യാലിറ്റി നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഉഴുന്ന് വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ബാക്കി വന്ന ചോറ് വെച്ചിട്ടൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കൊച്ചു സാധനം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ പെട്ടെന്ന് പറയാതെ വരുന്ന വിരുന്നുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, അതും 5 മിനിറ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് 1 കപ്പോളം ഉള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറക്കാത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ 1 കപ്പ് എന്ന് പറയുന്നത് ഏകദേശം 200 ml ഉള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പോളം ഉള്ള തൈര് ഒഴിക്കിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് എന്ന് പറയുന്നത് 100 ml ആണ്. 1/2 കപ്പ് തന്നെ വേണം എന്നാണ് പറയുക. പക്ഷേ നിങ്ങളുടെ തൈരിന് പുളി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് വരെ മതിയാവും. അപ്പോൾ ഇനി നമുക്കിത് രണ്ടും ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ ഒരു വിസ്കർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് സാരില്ല, നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു നമ്മൾ ദോശയ്ക്കൊക്കെ നമ്മൾ മാവ് കലക്കി വെക്കത്തില്ലേ, ആ ഒരു ബാറ്ററിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം 1/4 കപ്പോളം ഉള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ആദ്യം ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ചിലപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇച്ചിരി പിന്നെ നമുക്ക് വീണ്ടും അരിപ്പൊടിയൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു ദോശ ഇഡ്ഡലി മാവിൻ്റെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ മാവ് അരയ്ക്കുന്നത് പോലെ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിനകത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം. ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത്, ഞാൻ കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യരുത് കേട്ടോ. ഓൺ ചെയ്യാതെ തന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് അരിപ്പൊടി ഒന്ന് ഒഴിക്കുക, അരിപ്പൊടിയുടെ മിക്സ്ചർ ഒഴിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 1/4 ടീസ്പൂൺ, അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഇനിയാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമുക്ക് ഈ അപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ, വെള്ളയപ്പം പാലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കപ്പി കാച്ചത്തില്ലേ, അതേപോലെ തന്നെയാണ് ഇതും വരുന്നത്. അല്ലെങ്കിൽ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മാവ് ഒന്ന് കട്ടയായിട്ട് വരും. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നത് വരെ നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട്, തീരെ ലോ ഫ്ലെയിം ഇട്ട് കൊടുക്കേണ്ട, മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ടയാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു മിനിറ്റോളം അത്രേ തന്നെ എടുത്തിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ എന്താ പറയുക കട്ടയാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കൈവിടാതെ തന്നെ അടുത്ത് തന്നെ ഉണ്ടാവണം. നമുക്ക് ഈ നമ്മൾ നൂലപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡിയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിനകത്തോട്ടാണ് ചൂടാറാൻ മാറ്റി വയ്ക്കുന്നത്. ഒത്തിരി അങ്ങ് ചൂടാറണം എന്നൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് കുഴയ്ക്കാൻ പരുവത്തിന് നമുക്കൊന്ന് ചൂടാറാൻ വെക്കണം. അപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാൻ കൈകൊണ്ടൊക്കെ കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരിക നമ്മുടെ മാവ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉഴുന്നുവടയ്ക്കകത്ത് സാധാരണ നമുക്ക് ചേർക്കാൻ, നിങ്ങൾക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പോളം ഉള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക്, നീളത്തിലുള്ള ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഒരു ടീസ്പൂണോളം ഉള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്നുവടയ്ക്ക് ഇഞ്ചി മസ്റ്റായിട്ടും ചേർക്കണമെങ്കിൽ ആണ് ആ ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളം ഉള്ള മുഴുവൻ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കുരുമുളക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജീരകം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. അതും നല്ല ഫ്ലേവറാണ്. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പറഞ്ഞ സവോളയും മല്ലിയിലയും ഇഞ്ചിയൊക്കെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതാ അപ്പം നമ്മളിങ്ങനെ കുഴച്ച് വരുന്തോറും ചിലപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ ഒരു ബൗളിനകത്ത് ഇച്ചിരി തണുത്ത വെള്ളം, പൈപ്പിൽ നിന്ന് വരുന്ന തണുത്ത വെള്ളം അടുത്ത് വെക്കാം. എന്നിട്ട് കൈ എപ്പോഴൊക്കെ ഒട്ടുന്നോ അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് കൈ നനച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടി വരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണെന്നാണ് ഞാൻ പറയുക. ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കാതെയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ചങ്ങ് നല്ല പൊന്തിയിട്ടൊക്കെ വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഉഴുന്നുവടയൊക്കെ പൊന്തി വരുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ പൊന്തി വരും. അപ്പോൾ അതാ ഇനി ഞാൻ ഇച്ചിരി ഈശ കയ്യിൽ വെള്ളമൊക്കെ നനച്ചിട്ടാണ് ഇതിങ്ങനെ കുഴച്ചെടുക്കുന്നത്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുക. പിന്നെ ഒത്തിരി വെള്ളം പോലെ ഇരിക്കുകയാണ് നിങ്ങളുടെ മാവ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെയുള്ള അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഇനി ഇതിങ്ങനെ നമ്മുടെ ഉഴുന്നുവടയുടെ ഷേപ്പിനകത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് കയ്യിൽ ഇച്ചിരി വെള്ളം നനച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. അപ്പം എല്ലാവർക്കും അറിയാം ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കാവുന്ന റോൾ. എന്നാലും ഞാൻ പറയാം. നമ്മൾ ആദ്യം ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് അതൊന്ന് ഫ്ലാറ്റൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുകയാണ്, ഇത് ഒന്ന് അമക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് നടുക്ക് ചെറിയൊരു ഓട്ട ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് വലുതാക്കി ഉണ്ടാക്കാം, കുഞ്ഞിതാക്കി ഉണ്ടാക്കാം നിങ്ങൾക്ക് ഉഴുന്നുവട അല്ലെങ്കിൽ വട. ഞാനിപ്പോൾ ഇത് അത്യാവശ്യം ഒരു കുഞ്ഞ് സൈസിലാണ് ഉണ്ടാക്കുന്നത്. വലിയ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പം കുഞ്ഞുങ്ങളൊക്കെ അത് ബാക്കി വെക്കും. കുഞ്ഞിതൊക്കെ ആകുമ്പോൾ അവരിങ്ങനെ ഇഷ്ടത്തോടെ കൂടെ കഴിക്കും. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞ് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വടയും ഇതുപോലെ തന്നെ ഷേപ്പാക്കി വരാം. ഇതാ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 കുട്ടിവട എങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വറുത്ത് കോരാനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചൂടാക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു വട ഇടുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിലോട്ട്, തീരെ ലോ അല്ല, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വട ഇടാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലർക്കും, അല്ലെങ്കിൽ ഇത് വട ഉണ്ടാക്കാൻ ആദ്യം ട്രൈ ചെയ്യുന്ന പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, ഞങ്ങൾക്ക് പുറമേയൊക്കെ നല്ല ഭംഗിയുള്ള കളറും ബ്രൗൺ കളറും ക്രിസ്പിയൊക്കെ ആയിട്ട് കിട്ടി, പക്ഷേ ഞങ്ങൾ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകം ഒന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ നമ്മൾ ഈ ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വട വറുത്ത് കോരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് വട ഇടുന്ന സമയത്ത് മാത്രം നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തും വരും, പുറമേയൊക്കെ നല്ല ബ്രൗൺ കളറും ക്രിസ്പിയൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന എണ്ണ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണയല്ല എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു തവി വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ മേലെ കോരി ഒഴിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ എണ്ണ ചെല്ലും വടയുടെ മേലേക്ക്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഒത്തിരി എണ്ണ എടുത്തിട്ട് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വറുത്ത് കോരുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണ കോരി ഒഴിക്കേണ്ടത്, ഈ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്നും കോരി ഒഴിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് കോരി ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അത് ഇച്ചിരി എണ്ണ എടുത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുന്നത് വരെ കൈവിടാതെ തന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. പക്ഷേ ഇത് 5 മിനിറ്റിനകത്ത് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അതാണ് ഈ വടയുടെ വേറൊരു സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ വട ഇവിടെ റെഡിയാണ്. കാണാനും നല്ല സുന്ദരി വടയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കാം. നിങ്ങൾക്ക് അടുത്ത് കാണുന്നില്ലേ, നല്ല കളറൊക്കെ വന്ന് ശരിക്കും ഇത് ഉഴുന്നുവടയാന്നേ പറയത്തുള്ളൂ നമ്മൾ കഴിച്ചു കഴിഞ്ഞെന്നാൽ. അല്ലാതെ ഇത് ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കിയതല്ലാന്നേ പറയത്തില്ല. അത്രയും പുറമേയൊക്കെ നല്ല ക്രിസ്പിയും അകക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ്. അപ്പോൾ വട ഇവിടെ റെഡിയാണ് കണ്ടോ. ഞാനിപ്പോൾ ഒരു 5 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 5 എണ്ണമല്ല, ഞാൻ 6 എണ്ണം ഉണ്ടാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വട ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ എത്രമാത്രം സോഫ്റ്റ് ആണെന്നും പുറമെ എത്രമാത്രം ക്രിസ്പി ആണെന്നുള്ളതും കാണണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാം.
ഇതാ നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഉള്ളൊക്കെ നല്ല പഞ്ഞിക്കെട്ട് പോലെയാണ് ഇരിക്കുന്നത്, പുറമേ ആണെന്നുണ്ടെങ്കിലോ നല്ല ക്രിസ്പി ആയിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം 5 മിനിറ്റ് പോലും ഇല്ല, അത്രയും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലത്തെ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഉഴുന്നുവട അല്ല കേട്ടോ, വട എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല തേങ്ങ ചട്നിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്, സാമ്പാറിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.